കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ ഒരു അടിപൊളി സ്പോട്ട് കണ്ടല്ലോ ഗൈസ്. ബാ, ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം, ബാ കാണാം. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്താണ് ഈ ഫുഡ് കഴിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലത്ത് വന്നിട്ട് നിങ്ങളെ കാണിക്കാതെ എങ്ങനെ? കുറേ പേർക്ക് അറിയാമായിരിക്കും. എന്നാലും ഇനി ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെയും കൂടി കൊതിപ്പിക്കട്ടെ. നല്ല ചൂട് ചോറ്, കപ്പ, അതിൻ്റെ മുകളിലോട്ട് ചൂട് പരിപ്പ് കറി, ബീട്രൂട്ട് പച്ചടി, മാങ്ങാക്കറി, പിന്നെ കക്കാത്തോരൻ, അത് വേറെ ലെവൽ. പിന്നെ ഇത് ഈ ഒഴിച്ച ചെമ്മീന്തിയിൽ ഇത് ആ കപ്പയുടെ കൂടെ ഇളക്കി കഴിക്കണം. എന്ത് രസമാണെന്നറിയോ. കൂടെ കുറച്ച് കായൽ മീൻ വറുത്തതും കൂടി ഉണ്ട് കേട്ടോ ഊണിൽ. തീർന്നിട്ടില്ല. ഇനിയും കുറച്ച് സ്പെഷ്യൽസും കൂടി കാണിക്കുക ഇതിൻ്റെ കൂടെ മേടിച്ച. ഇതാണ് കരിമീൻ ഫ്രൈ. പിന്നെ വേറെ അടുത്ത ആൾ പുറകെ വരുന്നുണ്ട്. ഒരു അടിപൊളി ആംബിയൻസിൽ ആ കാറ്റൊക്കെ കൊണ്ട് ഈ ഫുഡ് കഴിച്ചതിൻ്റെ മനസ്സും വയറും നിറഞ്ഞു ഗൈസ്. ഇതേ അടുത്ത ഐറ്റം വന്നു, ഈ പ്രോൺസ് ഫ്രൈ. നിങ്ങളിവിടെ പോകുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹായ്, എന്ത് രസം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മുഖത്ത് കാണുന്നില്ല ഗൈസ്, സങ്കടമാണ്. കാരണം ലാസ്റ്റ് ദിവസമാണ് നമ്മളിവിടെ വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നാലോ എന്ന് വരെ ഞാൻ വിചാരിച്ച നിമിഷങ്ങളാണിത്. ഇത് മാത്രമല്ല ഗൈസ്, ഇതിന് ശേഷം അവരുടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പം കായലിൽ കൂടി കുറച്ച് നേരം ബോട്ടിൽ ഇങ്ങനെ ആസ്വദിച്ച് നല്ല പാട്ടൊക്കെ കേട്ട് പോയി. നല്ല രസമായിരുന്നു. ഒരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട്. സോ ഇവിടെ വരുന്നവർക്ക് നല്ല ഫുഡും കഴിക്കാം, ഒരു ബ്യൂട്ടിഫുൾ ബോട്ട് റൈഡും എൻജോയ് ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് അകത്തുമുറി കായൽ, പനയിൽ കടവ്, വക്കം. റെസ്റ്റോറൻറ്റ് പേരാണ് കായലോരം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നല്ല അടിപൊളി ഫുഡാണ്. ഇനിയും അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ ഇവിടെ വരാൻ മറക്കണ്ട കേട്ടോ.